നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ദിവസം ആർലം ഫാമിൻ്റെ ഒരു വീഡിയോ ഞാനിട്ടിരുന്നു. അതിലൊരു വന്ന ഒരു കമൻറ്റ്, ആർലം ഫാം പോകുന്നതൊക്കെ കണ്ടു, പക്ഷേ കവുങ്ങ് വാങ്ങുന്നത് കണ്ടിട്ടില്ല എന്ന് ആണ് കമൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് കവുങ്ങ് വാങ്ങാനാണ് ആർലം ഫാമിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കമൻറ്റ് വന്നത്. അപ്പോൾ അത് ആർലം ഫാം ഒരു ഗവൺമെൻറ് സ്ഥാപനമായതിനാലും പിന്നെ അന്ന് ചെന്നപ്പോൾ കവുങ്ങ് സ്റ്റോക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറേ റിക്വസ്റ്റൊക്കെ നടത്തി ദൂരെ നിന്ന് വരുന്നതെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അവിടെ അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കവുങ്ങ് അവർ എടുത്ത് തരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആ കവുങ്ങ് വാങ്ങുന്നതും മറ്റും വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഏതായാലും ആ കൊണ്ടുവന്ന കുറച്ച് കവുങ്ങ് നടുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈ കവുങ്ങിൻ്റെ പേര് മൊഹിത് നഗർ എന്നാണ്. നല്ല പ്രതിരോധശേഷിയും അതുപോലെ നല്ല കായ്ഫലവുമുള്ള കവുങ്ങുകളാണിത്. അത് പ്രത്യക്ഷത്തിൽ അനുഭവമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുൻകാലങ്ങളിലുള്ള അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ കുറച്ച് കവുങ്ങ് ഞാൻ നട്ടിരുന്നു, അതിൽ നല്ല കായ്ഫലമുണ്ട്, അതുപോലെ കാര്യമായ രോഗങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഈ മൊഹിത് നഗർ തന്നെ ഇപ്പോഴും വാങ്ങാൻ കാരണം. ഈ കങ്ങിൻ തൈ നടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ഇതിൽ പിന്നെ ആലവളമുണ്ട്, ഉണക്ക ചാണകമാണ്. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ കുഴി രാവിലെ ഒന്ന് നട്ടു, ഇപ്പോൾ ഒന്ന് രണ്ട് കുഴി കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു ഇത് നടാൻ വേണ്ടി ഒരു കുഴി എടുക്കണം, എന്നിട്ട് അതിൽ കുറച്ച് ആലവളം ഇട്ടിട്ട് എന്നിട്ടാണ് നടുക. അപ്പോൾ ഏതായാലും പിന്നെ കവുങ്ങ് വാങ്ങുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കവുങ്ങ് നടുന്ന വീഡിയോ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, അവസാനം വരെ കാണണം. കവുങ്ങ് നടാൻ വേണ്ടി ഒരു പിക്കാസ് വാങ്ങി. കൈക്കോട്ട് മുംബൈയുടെ ഉണ്ട്, തൂമ്പ എന്ന് പറയുന്നില്ല, അത് മുംബൈയുടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കുഴിച്ച് വെച്ച ഒരു കുഴിയാണ്. 2 കുഴി നേരത്തെ കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നടണം. ഇതിലൊരു കുഴി കുഴിക്കണം. നല്ല ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ ചാണകപ്പൊടി ഇട്ടു. ഇനി അതൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഈ പാക്കറ്റിൽ നിന്ന് പാക്കറ്റ് കീറിയെടുത്ത് കവുങ്ങ് ഇതിലേക്ക് നടണം. ഇത് മണ്ണെല്ലാം ഇളക്കി വളം കൂട്ടിച്ചേർത്തു, വളമെല്ലാം ഇളക്കി ചേർത്തു. ഇനി ഈ കുഴിയിലേക്ക് കുഴിച്ചു. ഇനിയിപ്പോൾ ഇത് കീറിയെടുക്കണം, ഇതിൻ്റെ പാക്കറ്റ് കീറിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ പാക്കറ്റ് വേർപെടുത്തിയെടുത്തതിന് ശേഷം ഈ കുഴിയിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് ഈ സൈഡിലുള്ള മണ്ണും ആലവളം, ചാണകപ്പൊടി ഇതെല്ലാം ഉള്ളിലേക്ക് തന്നെ തട്ടിയിടണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ വീട്ടിലേക്കുള്ള വൃക്ഷത്തൈകളും അതുപോലെ തെങ്ങായാലും കവുങ്ങായാലും എല്ലാം വാങ്ങുന്നത് ആർലം ഫാമിൽ നിന്നാണ് വാങ്ങുക. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ആർലം ഫാമിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ചെടിയോ എന്തെങ്കിലും ഒന്ന് വാങ്ങിയാൽ അവർ പറയുന്ന ക്വാളിറ്റി അതിന് ഉറപ്പുണ്ടാവും. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. വിശ്വാസ്യത, അതാണ് പ്രധാനം. അപ്പോൾ നമ്മളിപ്പോൾ മൊഹിത് നഗർ എന്ന് പറഞ്ഞ് വാങ്ങിയാൽ മൊഹിത് നഗർ തന്നെ ആയിരിക്കും. പിന്നെ അവർ ഇപ്പോൾ 2-2.5 വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് തന്നെ കായ്ക്കും. അത് കായ്ക്കാന്ന് അവർ പറയുന്നത് പോലെ ചെയ്യണം കേട്ടോ. അതുപോലെ വളം ചേർക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് അതുപോലെ കായ്ക്കുക. അല്ലാണ്ട് നമ്മൾ വെറുതെ കൊണ്ട് നട്ടിട്ട്
2 വർഷം കൊണ്ട് കായ്ക്കുമെന്ന് വിചാരിച്ച് നിന്നാലൊന്നും കായ്ക്കില്ല. അപ്പോൾ അതിനെ പരിപാലിക്കണം. അങ്ങനെ പരിപാലിച്ചാൽ അത് കറക്റ്റായിട്ട് വിളവ് തരികയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ പറയാൻ കാരണം, ഞാൻ ആർലം ഫാമിൻ്റെ തേൻവരിക്ക വാങ്ങിയിരുന്നു. അത് 2-2.5 വർഷം കൊണ്ട് തന്നെ കൃത്യമായിട്ട് കായ്ച്ചു. ഇഷ്ടംമാതിരി ചക്ക ഉണ്ടാവും. അതുപോലെ ബഡ് നെല്ലി അത് വാങ്ങിയിട്ട് അതും ഏതാണ്ട് ഒരു ഒന്നാമത്തെ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് തന്നെ പൂത്ത് തുടങ്ങിയിരുന്നു. 2ാമത്തെ കൊല്ലം ആകുമ്പോഴത്തേക്ക് ശരിക്കും നന്നായി കായ്ച്ചു തുടങ്ങി. അതുപോലെ എല്ലാം ഈ കുറേ സംഭവങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഇത്രയും ദൂരം, ഏതാണ്ട് 41 കിലോമീറ്ററാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആർലം ഫാമിലേക്ക്. എന്നാലും ആ ദൂരമൊന്നും ഒരു കാര്യമായി എടുക്കാതെ, പ്രയാസപ്പെടാതെ അത്രയും ദൂരം പോയിട്ടാണ് ഈ കവുങ്ങ് അവിടെ നിന്ന് വാങ്ങിയത്. അപ്പോൾ ക്വാളിറ്റി ഈസ് ദ മെയിൻ തിങ്.